അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കാണ്, ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ കച്ചവടത്തിന് പോവാന്നല്ല, ഞാൻ എന്റെ ഭാര്യയെ ഹജ്ജിന് വിട്ടിട്ട് ഞാൻ വേറെ ഏതെങ്കിലും വഴിക്ക് പോവാണെന്നല്ല, ഇസ്ലാമിന്റെ നിലനിൽപ്പിന് ആവശ്യമായ സമരക്കളത്തിലേക്ക് പോവുകയാണ്. എന്തു ചെയ്യണം നബിയേ? അപ്പോഴാണ് ലോകഗുരുവായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറാതിക, മോനെ നീ പോയിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ. ആരാണ് പറയുന്നത്? മദീനയുടെ മലർവനിയിരുന്ന മാലോകരുടെ മനതലത്തിലേക്ക് മധുപകർന്നു കൊടുത്ത മാറ്റത്തിന്റെ മാറ്റൊലികളിലൂടെ ലോകത്തെ മാതൃകയുടെ മലർവനി ഒരുക്കിയ ലോക നേതാവ്, മദീനയിലെ രാജാവ്, അനുരാഗത്തിന്റെ ആത്മപ്രപഞ്ചത്തിലെ പ്രകഷ്ട കിരണങ്ങളെ ആകമാനം ആവഹിച്ചു കൊണ്ടുവന്ന ആലിംഗനം ചെയ്ത അതുല്യമായ പ്രകീർത്തനങ്ങളുടെ പ്രപഞ്ചത്തെ മുഴുവനും ഉപാസിച്ച എന്റെയും നിങ്ങളുടെയും കൽബിന്റെ ഉള്ളിലെ നിതാന്ത വസന്തമായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളാണ് പറയുന്നത്, ഇന്ന് സംഘമായി പോകുമ്പോൾ വലിയൊരു സംഘം സ്ത്രീകൾ ഉണ്ട്, നിർഭയത്വമുണ്ട് എന്ന നിലയിൽ ഒരാൾ നാട്ടിൽ നിന്നിട്ട് ഭാര്യയെ മാത്രം ഹജ്ജിന് വിടുന്നത് നിയമത്തിന് വിരുദ്ധമൊന്നുമല്ല. സ്ത്രീകൾ സംഘമായി പോകുമ്പോ അവരുടെ കൂട്ടത്തിൽ ഭാര്യയെ മാത്രം വിട്ടിട്ട് അത് ഒറ്റപ്പെട്ടുകൊണ്ട് യാത്ര ചെയ്യുന്ന ഒരു അന്തരീക്ഷമല്ല. നിർഭയത്വമുള്ള വിധത്തിൽ ഒരു സംഘം സ്ത്രീകൾ ഉള്ളത് കൊണ്ടാണ് അത് അനുവദിക്കപ്പെടുന്നത്. അങ്ങനെയില്ലെങ്കിൽ നീ നിന്റെ ജ്യേഷ്ഠന്റെ കൂടെ, അല്ലെങ്കിൽ നിനക്ക് അടുത്തൊരു ബന്ധുവിന്റെ കൂടെ, അഥവാ അവർക്ക് മഹറമല്ലാത്ത വിധത്തിലുള്ളൊരു ബന്ധുവിന്റെ കൂടെ, അല്ലെങ്കിൽ ഒരു അയൽവാസിയുടെ കൂടെ, അങ്ങനെയൊക്കെ നീ ഹജ്ജിന് വിട്ടിട്ട് നീ വീട്ടിൽ ഇങ്ങനെ ഇരിക്കാൻ പാടില്ല. അങ്ങനെ വിട്ടുകൊണ്ട് നിനക്ക് സമാധാനിക്കാൻ പറ്റൂല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇൻതലിഖ് ഫഹുജ്ജ മഅ ഇംറാതിക, പോയിട്ട് നിന്റെ ഭാര്യയുടെ കൂടെ ഹജ്ജ് ചെയ്തോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആനുകാലിക ലോകത്ത് കലാലയങ്ങളിലും കാര്യാലയങ്ങളിലും രാവിലെ ഭാര്യമാര്, പെങ്ങന്മാര്, പെൺമക്കള് ജോലിക്ക് വേണ്ടി പോകുമ്പോ അണ്ടർ സെക്രട്ടറിമാരും പ്രൈവറ്റ് സെക്രട്ടറിമാരും പേഴ്സണൽ അസിസ്റ്റന്റുമാരുമായി, അതുപോലെ മറ്റ് ഓഫീസുകളിൽ ഇരുന്നു കൊണ്ട് ജോലി ചെയ്യുമ്പോ നിങ്ങളുടെ ഭാര്യമാരോ പെങ്ങന്മാരോ സഹോദരിമാരോ അല്ലെങ്കിൽ പെൺമക്കളോ അങ്ങനെ ഒരു ജോലി ചെയ്താൽ അത് ഇസ്ലാം ന്യായീകരിക്കുന്നില്ല. അപ്പൊ ഇനി ഇസ്ലാം ഇങ്ങനെ ആധുനിക ലോകത്ത് പറ്റാത്ത മതാണെന്നൊന്നും ആരും പറഞ്ഞു വരണ്ട. ഇത്തരമുള്ള ലൂപ്പ് ഹോളുകളെ ഉപയോഗപ്പെടുത്തിയിട്ട് ലോകത്ത് വന്നുപോയ അബദ്ധങ്ങൾ എത്രയാണെന്ന് പറഞ്ഞാൽ ആയിരക്കണക്കിന് ഉദാഹരണങ്ങൾ, ഒരുപാട് ഓട്ടോബയോഗ്രഫികൾ വെച്ചുകൊണ്ട് പറയാൻ പറ്റും. വിദേശ രാജ്യങ്ങളിൽ വിദ്യാസമ്പന്നരായ ആളുകൾ ഡൽഹിയിൽ നിന്നൊരു പെങ്കൊച്ച് ഒളിച്ചോടിങ്ങി പോരുന്നു. ട്രെയിനിൽ വെച്ച് തീരുമാനിച്ചു ആത്മകഥ എഴുതാൻ. ആ ആത്മകഥ മലയാളത്തിൽ ഇറങ്ങി. വളരെ വൃത്തികെട്ട ബാക്ക്ഗ്രൗണ്ടാണ് അവർക്ക് എഴുതാനുള്ളത്. അവരുടെ ജീവിതത്തിൽ നിന്ന് എഴുതാനുള്ളത് മുഴുവനും വൃത്തികെട്ട അനുഭവങ്ങൾ. അവരുടെ മേലുദ്യോഗസ്ഥന്മാരിലൂടെ, അധ്യാപകരിലൂടെ അതുപോലെ പലതും കിട്ടിയ വൃത്തികെട്ട കഥകൾ പച്ച മലയാളത്തിലും പിന്നീട് ഇംഗ്ലീഷിലുമൊക്കെ വായിക്കപ്പെടുന്ന വിധത്തിലേക്ക് വന്നെങ്കിൽ നീ രാവിലെ മുതൽ വൈകുന്നേരം വരെ 8-9 മണിക്കൂർ നിന്റെ ഭാര്യ ഏതോ ഒരു അന്യപുരുഷൻ മാത്രമുള്ള ഓഫീസിൽ ജോലിക്ക് വിട്ടിട്ട് നീ പൈസ ഉണ്ടാക്കാൻ ഇറങ്ങിയാൽ മോനെ, നിന്നെ പോലെ ബുദ്ധിശൂന്യനില്ല, വിവരമില്ലാത്തവനില്ല, നിന്റെ ആ വരുമാനത്തിന് പുരോഗതിയില്ല. എത്രയോ സ്ഥലങ്ങളിൽ അങ്ങനെ പോയിട്ട് നമ്മുടെ മുസ്ലിം പെൺകുട്ടികൾ ജോലി ചെയ്യണത്. പക്ഷെ നമുക്ക് പ്രശ്നമല്ല. ഭൗതികമായി എവിടെങ്കിലും എന്തെങ്കിലും ഒന്ന് കിട്ടുമെന്ന് കണ്ടാൽ ചാടി വീഴുന്ന സ്വഭാവത്തിലേക്ക് നമ്മൾ എത്തി. എന്നാൽ വരണം, നമ്മൾ തിരിച്ചു വരണം. അള്ളാഹുവും റസൂലും എന്ത് കൽപ്പിച്ചോ ആ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനയുടെ പരിധിയിൽ നിൽക്കണം. മാത്രമല്ല, ഇന്ന് നമ്മുടെ കലാലയങ്ങളിലെ ഹയർ സെക്കൻഡറി ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും അടക്കം പരസ്പരം ഷെയ്ക്ക് ഹാൻഡ് ചെയ്യുന്നുണ്ട്. ആൺകുട്ടികളും പെൺകുട്ടികളും
നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ, അത് കടുത്ത ഹറാമാണ്, നിഷിദ്ധമാണ്. ഇതൊന്നും ഇന്നൊരു സീരിയസ് മാറ്റർ അല്ല, നമുക്കൊരു വിഷയമില്ല. അടിച്ചോണ്ട് പോയാലും പരാതിയില്ലാത്ത കാലത്താണ് നമ്മളുള്ളത്. ഏതെങ്കിലും പെൺമക്കളെ കുറിച്ച് വീട്ടിൽ വന്ന് പറയാ, ആ മോളിപ്പോ 3-4 ദിവസമായിട്ട് ഒരുത്തന്റെ കൂടെ അവിടെ ഇവിടെയൊക്കെ കറങ്ങിയിരിക്കുന്നുണ്ട് എന്ന് പറയുമ്പോ, അതിന് നിനക്കെന്തോ വേണം, എന്റെ മോളല്ലേ, അത് ക്ലാസ്മേറ്റ്സിന്റെ കൂടെ നടക്കുക എന്ന് സമാധാനിക്കുന്ന പുതിയ സംസ്കാരം. അവസാനം നാടും വിട്ട് വീടും വിട്ട് പോയാലും എത്രയോ കേസുകളാണ് മതമില്ലാത്തവന്റെ കൂടെ, മതം മാറിയവന്റെ കൂടെ ഇങ്ങനെ ചാടിയും ഓടിയും ഒക്കെ പോകുന്ന കാലമാണ്. നിയന്ത്രണത്തിന്റെ രേഖകൾ മുഴുവനും തകർന്നുപോയി. ചില മഹല്ല് കമ്മിറ്റികൾ അതിനെതിരെ ആക്ഷൻ എടുക്കുന്നത് 25,000 ഫൈൻ അടച്ചിട്ടാ. മഹല്ല് കമ്മിറ്റികൾ ആരെടുക്കുന്നെന്താ? ചാടിപ്പോകാതിരിക്കാനുള്ള ബോധവൽക്കരണം നടത്തൂല, മുന്നറിയിപ്പ് നൽകിയാൽ വേണ്ട നടപടികൾ എടുക്കൂല. അവസാനം മഹല്ല് കമ്മിറ്റികൾ ഒരുത്തനും കാണോ ഒരുത്തിയോ കാണോ ചാടിപ്പോയാൽ ആ കുടുംബക്കാര് കബറടക്കണമെങ്കിൽ, അടുത്താളെ കല്യാണം നടത്തണമെങ്കിൽ 25,000 രൂപ ഫൈൻ അടയ്ക്കണം. അപ്പോ പാവപ്പെട്ട രക്ഷിതാവാണ് വിചാരിക്കും, അൽഹംദുലില്ലാ, കെട്ടിച്ചു വിടുവാണെങ്കിൽ 5 ലക്ഷം വേണം, 6 ലക്ഷം വേണം, ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ 25,000 രൂപ മതി. ഇത് ഞാൻ എന്റെ വകയായി പറയുന്നല്ല, കേരളത്തിലെ മഹല്ലുകളെ തൊട്ട് കാണിച്ചിട്ട് പറയാൻ പറ്റും. അങ്ങനത്തെ നടപടി സ്വീകരിച്ച മഹല്ലുകൾ ബോധമുള്ളവരായി മാറണം. എന്താ കാരണം? ഇസ്ലാമികമായ നിയമങ്ങളെ പഠിക്കാതെ ചില മഹല്ല് കമ്മിറ്റികൾ മതവിഷയങ്ങൾ തീരുമാനമെടുക്കുന്നതിന്റെ ദുരന്തം ഈ സമൂഹം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എവിടെങ്കിലും നിന്നിട്ട് തലാഖിന്റെ ഒരു മസല എഴുതി വരിക. ദമാമിൽ ചെന്നപ്പോ ഒരു സഹോദരൻ ഒരു കത്ത് തന്നു, മഹല്ല് കമ്മിറ്റിക്ക് അയച്ച അദ്ദേഹത്തിന്റെ തലാഖ് കുറി, ആവശ്യമായ നിബന്ധനകളോടെ തലാഖ് കുറി എഴുതി കേരളത്തിലെ കൊല്ലം ജില്ലയിലെ ഒരു മഹല്ലിലെ ഔദ്യോഗികമായി മഹല്ല് കമ്മിറ്റിക്ക് അയച്ചു കൊടുത്തു. സാക്ഷികളെയും വെച്ചു, തലാഖിന്റെ വചനങ്ങളും എല്ലാം റെഡിയാക്കി വെച്ചു കൊടുത്ത് അയച്ചു കൊടുത്തു. ഈ കത്ത് വരുമ്പോ മഹല്ല് സെക്രട്ടറിയും പ്രസിഡന്റും എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിന്റെ നിയമം അറിയാത്ത ആളാണെങ്കിൽ ഉസ്താദിനോട് ചോദിക്കണം. ഒരാൾ ഏതായാലും ശമ്പളം കൊടുത്ത് ഇരുത്തിയിട്ടുണ്ടല്ലോ, അയാളോട് ചോദിക്കണം, ഇതിന്റെ നിയമം എന്താ, ഇതെങ്ങനെയാ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത്? അതവരുടെ ഈഗോ സമ്മതിക്കുന്നില്ല. അവര് മീറ്റിംഗ് കൂടി ചർച്ച നടത്തിയിട്ട് അയച്ച മറുപടി ആ കത്തിന്റെ കൂട്ടത്തിൽ അയാൾ തന്നെ. എന്താ ഉള്ളതെന്നറിയോ? കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ തമാശ കളിക്കാനുള്ളതല്ല, നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ജീവിക്കണം. വ്യക്തമായി തലാഖ് നടത്തിയവർക്ക്, വിവാഹമോചനം നടത്തിയ സഹോദരനോട് മഹല്ല് കമ്മിറ്റി എഴുതുകയാണ്, റാഹത്തായി ജീവിച്ചു പോകണമെന്ന്. ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിക്കുന്നില്ല, മതത്തിന്റെ നിയമങ്ങൾ അറിയുന്നില്ല. അങ്ങനെ വ്യഭിചാരത്തിന് കൂട്ടുനിൽക്കുന്ന ഭാരവാഹികളുള്ള കാലമാണ്. അതിനുവേണ്ടി സമ്മതപത്രം എഴുതുന്ന ലോകമാണ്. അവിടെ നിങ്ങൾ ഇത് വലിയ കാര്യമാണോ എന്ന് വിചാരിക്കും. പക്ഷേ ദീനിന്റെ നിയമം പറയട്ടെ, മാ സ്വാഫഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇംറഅതൻ ഖതു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു അന്യ പെണ്ണിന്റെയും കയ്യിൽ തൊട്ടിട്ടില്ല, മുസാഫഹത്ത് ചെയ്തിട്ടില്ല. അതാ കണ്ടില്ലേ, വല്ലാഹി മാ മസ്സത് യദു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യദംറഅത്തിൻ ഖത്തു, ഒരന്യ പെണ്ണിന്റെയും കയ്യിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ തട്ടിയിട്ടില്ല മോനെ. നീ നിന്റെ ഹയർ സെക്കൻഡറി ക്ലാസ്സിലേക്ക് ചെന്നിട്ട് നിന്റെ ക്ലാസ്സിലെ കൂട്ടുകാരിയാന്ന് വിചാരിച്ച് കമന്റ് പാസാക്കിയിട്ട് കൈ കൊടുത്തിട്ട് വന്ന മദീനയിൽ കിടക്കുന്ന ലോകത്തിന്റെ നേതാവ്, മദീനയുടെ രാജാവ് മനസ്സകത്ത് നിന്നുകൊണ്ട് മലർവനിയൊരുക്കുന്ന അതുല്യാനുരാഗത്തിന്റെ വരിഷ്ഠ പ്രവചർ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കരയുന്നുണ്ട്. മോളെ, നിന്റെ കൈ ഏതെങ്കിലും ഒരു അന്യപുരുഷന് കൊണ്ടുപോയി ഷേക്ക് ഹാൻഡ് കൊടുക്കാനുള്ളതല്ല. നിന്റെ ക്ലാസ്സിൽ പഠിക്കുന്നവനായാലും, നിന്റെ അധ്യാപകനായാലും, നിന്റെ സഹപാഠിയായാലും, നിന്റെ സഹയാത്രികനായാലും അല്ലാഹുവിന്റെ മതം അതനുവദിച്ചിട്ടില്ല. നീ എങ്ങനെ മുസാഫഹത്ത് ചെയ്യാൻ വലിയ നിർബന്ധമാണേ രാവിലെ അടുക്കളയിൽ പോണം. അടുക്കളയിൽ പോയിട്ട് അടുപ്പിൽ കിടക്കുന്ന ഒരു കനൽക്കട്ട എടുത്ത് കൈവച്ച് നോക്കണം എങ്ങനെയുണ്ട് എന്ന്. അത് നിനക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ പോയി നീ ഷേക്ക് ഹാൻഡ് ചെയ്തു. കാരണം എന്താ? അങ്ങനെ ഷേക്ക് ഹാൻഡ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ അല്ലാഹുവിന്റെ നരകമാണ്. അഥവാ ഹറാമ് ചെയ്യുന്നവർക്കുള്ള ശിക്ഷ ഏതാണ്? പക്ഷേ
ഇന്ന് നമ്മുടെ മാറ്ററുകളെല്ലാം ലഘൂകരിച്ചു പോയി. നമുക്ക് യാതൊരു ഗൗരവമില്ലാതെ മതത്തെ കൈകാര്യം ചെയ്യുന്ന കാലമാണ്. അതുകൊണ്ട് നീ ഇസ്ലാമിന്റെ നിയമത്തിലേക്ക് വരണം. قل للمؤمنات أن يغضضن من أبصارهن ويحفظن فروجهن ولا يبدين زينتهن. മോളെ, നിന്റെ അവയവങ്ങൾക്ക് മുഴുവനും നിയന്ത്രണ രേഖ ഏർപ്പെടുത്തിയ മതമാണ് ഇസ്ലാം. അതുപോലെ ചെറുപ്പക്കാരാ, എന്റെയും നിങ്ങളുടെയും കൈയുടെയും കാലിന്റെയും കണ്ണിന്റെയും കാതിന്റെയും കാൽപെരുമാറ്റങ്ങളുടെയും എല്ലാം നിയന്ത്രണ രേഖകൾ വ്യക്തമായി ഖുർആൻ നിർവചിച്ചിട്ടുണ്ട്, ഇസ്ലാം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ അപ്പുറത്തേക്ക് കടക്കാൻ പറ്റൂല. അപ്പൊ നീ എന്ത് വേണം? അന്യ സ്ത്രീയെ നോക്കി ആസ്വദിക്കാൻ പുരുഷൻ പാടില്ല. അന്യ പുരുഷനെ കണ്ടുകൊണ്ട് ആസ്വദിക്കാൻ സ്ത്രീക്ക് അവകാശമില്ല. അങ്ങനെ കൃത്യമായ നിയന്ത്രണ രേഖ പറയുമ്പോ ഖുർആൻ പറയുന്നത് കണ്ടില്ലേ? കുല്ലിൽ മുഅ്മിനാതി അൻ യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുന്ന. നബിയെ, തങ്ങൾ പറയണം ലിൽ മുഅ്മിനാതി, വിശ്വാസിനികളായ സ്ത്രീകളോട്, അവരുടെ കണ്ണുകളെ ചിമ്മിക്കളയുവാൻ, അഥവാ അന്യപുരുഷനെ നോക്കാതെ അവിഹിതമായ കാര്യങ്ങൾ കാണാതെ അവളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ പറയണേ നബിയേ. അത് കഴിഞ്ഞ ഉടനെ അള്ളാഹ് പറയണ എന്താണ്? അവരുടെ ഗുഹ്യഭാഗങ്ങളെ സൂക്ഷിക്കുവാനും. കാരണം എന്താ? ഈ നോട്ടം നിന്റെ തെറ്റായ ജീവിതത്തിലേക്കുള്ള ബൈപ്പാസാണ്. അതുകൊണ്ടാണ് ഉടനെ ഖുർആൻ പറയുന്നത്. അപ്പോൾ ആദ്യം നോട്ടമാണ്. ആ നോട്ടത്തിലൂടെയാണ് പിന്നെ നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് വർത്തമാനമായും ഇടപാടുകളായും ഇടപെടലുകളായും അവസാനം പിശാച് നിന്നെ കൊണ്ടുപോയി മാറാ രോഗത്തിലേക്കും തീരാ തെറ്റിലേക്കും വലിച്ചുകൊണ്ടിടും. അതുകൊണ്ട് തെറ്റിന്റെ കവാടം തന്നെ അടച്ചു വെക്കണമെന്ന് പറഞ്ഞ മതമാണ് ഇസ്ലാം. പ്രിവെൻഷനാണ് ഇസ്ലാം മുന്നിൽ വെക്കുന്നത്, അല്ലാതെ സംഭവം ഉണ്ടായതിനു ശേഷമുള്ള ക്രമീകരണങ്ങളല്ല. പ്രതിരോധമാണ് ഇസ്ലാമിന്റെ നയം. പ്രതിവിധിയേക്കാൾ മൂല്യമുള്ളത് പ്രതിരോധത്തിനാണ്. അതുകൊണ്ട് വഴി മാറി സഞ്ചരിച്ചുകൂടാ. ഒരു കാര്യം കൂടി പറഞ്ഞ് തൽക്കാലം ഇന്ന് ഞാൻ നിർത്തുകയാണ്. അങ്ങനെ ഈമാനിന് പ്രാധാന്യം നൽകി ഇസ്ലാമികമായ ജീവിതത്തിലൂടെ മുന്നോട്ട് പോയി അള്ളാന്റെ റസൂലിന്റെ നിയമം അനുസരിച്ചുകൊണ്ട് ജീവിക്കണമെങ്കിൽ പെങ്ങളെ, എനിക്കും നിനക്കും ആവശ്യമുള്ളത് അള്ളാഹുവിന്റെ മതത്തെക്കുറിച്ചുള്ള വിവരം വേണം. ഇന്ന് അള്ളാഹുവിന്റെ മതത്തിന്റെ നിയമം പഠിക്കുന്നതിൽ ഈ സമുദായം വളരെ പിന്നിലാണ്. നമ്മുടെ മതം പഠിക്കാൻ വേറെ ആരെങ്കിലും വരുമെന്നാ അപ്പൊ നമ്മൾ വിചാരിച്ചേക്കുന്നത്. എന്റെ മോനോ എഞ്ചിനീയറിംഗിന് പോട്ടെ, മറ്റേതിന് പോട്ടെ, മറിച്ചതിന് പോട്ടെ, തൽക്കാലം മദ്രസ 5ാം ക്ലാസ്സിൽ പോയത് തന്നെ അധികമാണ്. പിന്നെ നിന്റെ മതത്തിന്റെ വേദമാകുന്ന ഖുർആൻ ആര് പഠിക്കുന്നാടാ നീ വിചാരിച്ചേ? പിന്നെ എന്റെയും നിന്റെയും മതത്തിന്റെ ഹദീസാകുന്ന അള്ളാഹുവിന്റെ റസൂലിന്റെ സുന്നത്ത് ആരാ പഠിക്കുക? ആരാ പ്രചരിപ്പിക്കുക? ആരാണ് ഏറ്റെടുക്കുക? അത് ആരെങ്കിലും ഒക്കെ ഏറ്റെടുത്താലായി, ഇല്ലേലായി. എന്റെ മോനെ അത് കിട്ടൂല. അപ്പോൾ നമ്മുടെ മക്കളെ മതം പഠിക്കാൻ വിടാൻ നമ്മൾ സന്നദ്ധരല്ല. മതത്തിന്റെ വിജ്ഞാനത്തെ മുഴുവനും കൊന്നുകളയുന്നതിൽ ഏറ്റവും വലിയ പങ്ക് മുസ്ലിമീങ്ങൾക്കാണ്. എന്റെ മോനെ ഖുർആൻ പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഹദീസ് പഠിക്കാൻ കിട്ടൂല, എന്റെ മോനെ ഇസ്ലാം പഠിക്കാൻ കിട്ടൂല. പിന്നെ ആരാണ് ഇത് ഏറ്റെടുക്കുക സഹോദരാ? അതുകൊണ്ട് എന്റെ മകനും എന്റെ മകളും ആലിമും ആലിമയുമായി വരണമെന്ന്, വിവരമുള്ളവരായി വരണമെന്ന വിചാരം മുസ്ലിം രക്ഷിതാക്കളുടെ മനസ്സിൽ വരാതെ രക്ഷയില്ല. അത് മാതൃകായോഗ്യമായി കാണിച്ചു തന്ന നേതാവാണ് മദീനയിലെ മണവാളൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ അറിയുമോ? അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഒരു കന്യകയെ മാത്രമേ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു കന്യകയെ മാത്രം, ഒരു യുവതിയെ മാത്രം കല്യാണം കഴിച്ചു.
ലക്ഷ്യം എന്താ? വിജ്ഞാനകോശം ഉണ്ടാക്കലാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം കഴിച്ച് അതുവഴിയായി ലോകത്തിന് കിട്ടിയത് എന്താണ്? ഏറ്റവും വലിയ വിജ്ഞാനകോശമാണ്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമ്മാനിച്ചത് അതാണ്. മഹാന്മാര് പറയുന്നുണ്ട്, കർമ്മശാസ്ത്രത്തിലും കവിതാശാസ്ത്രത്തിലും അതുപോലെ തന്നെ വൈദ്യശാസ്ത്രത്തിലും ആയിഷ റളിയല്ലാഹു അൻഹയെ പോലെ നിപുണയായ ഒരു സ്ത്രീയും കാണാനില്ല. ഇബ്നു ഹിശാം രേഖപ്പെടുത്തിയില്ലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആലിമയായിരുന്നു, പണ്ഡിതയായിരുന്നു, ഹദീസ് റിവായത്ത് ചെയ്ത മഹദിയായിരുന്നു. 16 വയസ്സിൽ വിധവയായിട്ട് 64 വയസ്സുവരെ മാതൃകായോഗ്യമായ വൈജ്ഞാനിക ജീവിതം നയിച്ച ഭവതിയാണ് ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. പക്ഷേ ഈ ആയിഷ റളിയല്ലാഹു അൻഹയെ വേണമെങ്കിൽ മക്കത്തെ ഗവർണറാക്കാം, മദീനത്തെ ഗവർണറാക്കാം, ഏതെങ്കിലും ഒരു പ്രവിശ്യയിലെ ഭരണാധികാരിയാക്കാം, എന്തിനേറെ പറയണം രാജ്യത്തിന്റെ ഖലീഫയാക്കാം. എന്തേ ആക്കാഞ്ഞത്? അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ നാളത്തെ മുതൽ ഖലീഫ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച 4 ഖലീഫമാരുടെ കാലം കഴിഞ്ഞിട്ട് ആയിഷ ബീവി വഫാത്താവുന്നത്. എന്നാൽ ബഹുമാനപ്പെട്ട ആയിഷ ബീവിയെ ഏതെങ്കിലും ഒരു വകുപ്പിന്റെ മന്ത്രിയാക്കിയില്ല, ഒരു പ്രവിശ്യയുടെ ഗവർണറാക്കിയില്ല, ഒരു സ്റ്റേറ്റിന്റെ മുഖ്യമന്ത്രിയാക്കിയില്ല, രാജ്യത്തിന്റെ ഖലീഫയാക്കിയില്ല. കാരണം അള്ളാന്റെ റസൂലിന്റെ അടുക്കുന്ന ദീന് പഠിച്ച സ്വഹാബത്തിന്റെ കാലം, അള്ളാന്റെ റസൂലിന്റെ അടുക്കുന്ന ദീന് പഠിച്ച ആയിഷ ബീവി അതുണ്ടാക്കിയില്ല. ഇന്നിവിടുത്തെ സ്ത്രീപക്ഷ വായന നടത്തുന്ന ആളുകൾ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്തിയിട്ട് സ്ത്രീജനങ്ങളെ തെരുവിലേക്ക് വലിച്ചിറക്കുന്നുണ്ട്. അരുതിനും അരുതാത്തതിനും മുഴുവനും വലിച്ചിറക്കുന്ന കാലമാണ്. പെങ്ങളെ, ഫാത്തിമ ബീവി ഭരണാധികാരിയായില്ലല്ലോ, ആയിഷ ബീവി ചക്രവർത്തിയായില്ലല്ലോ. അങ്ങനെ മഹാന്മാരായ സ്വഹാബികളുടെ ഭാര്യമാരോ, റസൂലുള്ളാഹിന്റെ പത്നിമാരോ, റസൂലുള്ളാഹിന്റെ പെൺമക്കളോ ഭരണകേന്ദ്രത്തിലേക്ക് വന്നില്ലെങ്കിൽ പിന്നെ ഏത് മതത്തിൽ നിന്നാണ് പെണ്ണിനെ ഭരണാധികാരിയാക്കണമെന്ന നിയമം ഈ സഹോദരന്മാർക്ക് കണ്ടുകിട്ടിപ്പോയത്? നമുക്ക് ആ പ്രമാണം എവിടെയെന്നറിയുന്നില്ല. ഇന്ന് പെണ്ണിനെ വ്യാപകമായി തെരുവിൽ വലിച്ചിറക്കിയിട്ട് ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ തെറ്റായി അവതരിപ്പിക്കുന്നു. കാരണം എന്താണെന്നറിയോ? എല്ലാ സംഘടനകളും ഇന്ന് വളരാൻ സ്വീകരിക്കുന്ന ഒരു മാർഗം, പെണ്ണിനെ പിടിച്ച് തെരുവിലേക്ക് കൊണ്ടുവന്ന പ്രസ്ഥാനത്തിന് അംഗം കൂടും, 5-6 ദിവസം കഴിയുമ്പോൾ ആ കെട്ടിയോനെയും കൂടെ പിടിച്ചോണ്ടിങ്ങി വരും എന്ന് വിചാരിച്ച് അംഗത്വമേറ്റാൻ ഒരുപാട് തെറ്റായ പ്രസ്ഥാനങ്ങളിൽ സ്ത്രീജനങ്ങളെ വലിച്ചിറക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്നിട്ടെന്താ? ഓരോരോ പുതിയ കാര്യങ്ങളാണ് അവർ കൊണ്ടുവരുന്നത്. നിലവിലുള്ള സംവിധാനങ്ങളെയും ഇസ്ലാമിനെയും പുഷ്ടിപ്പെടുത്താൻ അവർക്കൊന്നും കഴിയുന്നില്ല. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയാണ്. 5 നേരത്തെ നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്നതിൽ വേണ്ട നവജാഗരണം നടക്കുന്നില്ല. അതേ സമയത്ത് എവിടെങ്കിലും ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ കുറെ താത്താമാര് ഒരുങ്ങിക്കുക, ആണുങ്ങൾ പള്ളിയിൽ കൊണ്ടുപോയി നിക്കരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് നിക്കരിച്ചേ പറ്റൂ. ഇതെന്നാ ഈ നടപടി ഇവിടെ വന്നത്? ഈ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ്. യഥാർത്ഥത്തിൽ മയ്യത്ത് നിസ്കരിക്കാൻ അവകാശിയായ പുരുഷൻ ഫറളായ നിസ്കാരം നിർവഹിക്കാൻ അപ്പുറത്ത് കാത്തു നിൽക്കുമ്പോ ആ പ്രൈം റോള് കൊടുക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ ആ മയ്യത്തിനോട് ചെയ്യുന്ന അക്രമമാണ് കേട്ടോ. നമ്മളതറിയുന്നില്ല. ചില നാടുകളിൽ ചില താത്താമാര് ഒരുങ്ങിയിറങ്ങിയിരിക്കുകയാണ്. മുസ്ലിയാമാര് പറഞ്ഞാലും ഉൾക്കൊള്ളൂല, പണ്ഡിതന്മാര് പറഞ്ഞാലും സ്വീകരിക്കൂല. അങ്ങനെ ഒരു നിസ്കാരം ഇമാമിങ്ങളെ പഠിപ്പിച്ചിട്ടില്ല കേട്ടോ. ഇസ്ലാമിക കർമ്മശാസ്ത്രം പറയുന്നില്ല. ചില നാടുകളിലൊക്കെ ഇന്നിങ്ങനെ പടർന്നു വരികയാണ്. ഇതുപോലെ അള്ളാഹുവിന്റെ മതത്തെ കാറ്റിൽ പറത്താൻ ആളുകൾ ഇറങ്ങി.
ഒരു വീട്ടിൽ ഒരാൾ മരിച്ചാൽ ആദ്യം വന്ന് പുരുഷന്റെ ജനാസ കാണുന്നത് ആരാണ്? അപ്പുറത്തെ വീട്ടിലെ താത്ത അടുക്കളയിൽ നിൽക്കുന്ന വേഷത്തിൽ ഓടി ഇങ്ങ് വന്നിട്ട് ഇപ്പുറത്തെ വീട്ടിലെ കാക്കാടെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. മോളെ, അന്യ പുരുഷന്റെ ജനാസ കാണൽ ഹറാമാണ്. അന്യ പുരുഷന്റെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. അന്യ സ്ത്രീയുടെ ജനാസ കാണാൻ പാടില്ല, ഹറാമാണ്. പൊതുദർശനം എന്നത് ഇസ്ലാമിന്റെ സമ്പ്രദായമല്ല, അതിവിടുത്തെ ബഹുമത സമൂഹങ്ങൾ കൊണ്ടുവന്നൊരു കാര്യമാണ്, ഇസ്ലാമികമായി ന്യായീകരിക്കേണ്ടതല്ല. ഇസ്ലാമിൽ എവിടെ പൊതുദർശനം പറഞ്ഞത്? ഇല്ല. ഇന്നങ്ങനെയല്ല. ഒരിടത്ത് മരിച്ചുപോയാൽ ആണും പെണ്ണും ഇടകലർന്ന് കാണുന്ന കാലം. അതുപോലെ തന്നെയോ മയ്യത്ത് പൊതിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ മയ്യത്ത് പൊതിയാൻ നേരം ഒരു രണ്ടാമതൊരു കാണൽ. ഇനി ആരെങ്കിലും കാണാനുണ്ടോ? താത്തായും കാക്കായും ഇടിച്ചു കയറിയിട്ട് മയ്യത്ത് കണ്ടു. ഈ പൊതിഞ്ഞങ്ങോട്ട് ഇറങ്ങാൻ നേരമാണ് അതാ എവിടെ നിങ്ങാണ്ട് ഒരാൾ ഓടി വരുന്നു, എനിക്കൊന്ന് കാണണം. മയ്യത്ത് തുറന്നു, കാണിച്ചു കഴിഞ്ഞു. പള്ളിയിലേക്ക് ചെന്ന് നിസ്കരിക്കാൻ നേരം കാണാ കുറച്ചുപേരെ കാണിക്കൽ അവിടെ. എന്നിട്ട് ഖബറിൽ കൊണ്ടുവരാൻ നേരം കാണാം അതാ ഒരു വണ്ടി ലേറ്റായി പോയ താത്ത ഓടി വരുന്നു, ഞാൻ കണ്ടില്ല. ഒരു സ്ഥലത്ത് അങ്ങനെ ഖബറിന്റെ അടുക്ക മയ്യത്ത് കൊണ്ടുവച്ചപ്പോൾ രണ്ട് താത്താമാർ ഓടി വന്നു. ഈ മയ്യത്ത് ഖബറിൽ ഇറക്കി കഴിഞ്ഞു, അവർക്ക് കാണണം. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മയ്യത്തിന്റെ ആരാ? മോളോ, ഭാര്യയോ, പെങ്ങളോ? എന്നാ പോലും ഇങ്ങനെ വരാൻ പാടില്ല. എന്നാലും ഞാൻ ചോദിച്ചു, അങ്ങനെയൊന്നുമില്ല, എവിടെ നിങ്ങാണ്ട് കയറി വന്ന ഒരു താത്തായി മോളുവാണ്, കാണാൻ പറ്റൂല എന്ന് ഞാൻ അവരോട് പറഞ്ഞു. മയ്യത്തിന്റെ ബന്ധുക്കളെ ചിലപ്പോൾ ഉൾക്കൊള്ളൂല. അപ്പൊ അവർ പറഞ്ഞു, ആ മുസ്ലിയാരെ സമ്മതിക്കുന്നില്ല. അപ്പൊ മറ്റേ മുസ്ലിയാരും ആ മുസ്ലിയാർ അങ്ങനെ തന്നെയാണ്. ഏതായാലും അൽഹംദുലില്ലാ അത് കാണാതെ രക്ഷപ്പെട്ടു. അപ്പൊ ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ മയ്യത്ത് പൊതിഞ്ഞിട്ട് പിന്നെ തുറന്ന് കാണിക്കേണ്ട കാര്യമില്ല, അത് ശരിയായ നടപടിയല്ല. ഇന്ന് ഖബറിന്റെ അടുക്ക കൊണ്ടുവച്ചൊരു തുറക്കൽ, ഖബറിന്റെ ഉള്ളിൽ വെച്ചിട്ടൊരു തുറക്കൽ, അവിടെയും ഓടി വരുന്നുണ്ട്. ഈ ദീന് പൊളിച്ചടുക്കിയിട്ട് കയ്യും കെട്ടി നോക്കി നിൽക്കാൻ പറ്റുമോ? എന്തൊരു ദുരന്തമാണ് സഹോദര നടക്കുന്നത്. ഇനി ഏതെങ്കിലും മയ്യത്ത് വീട്ടിൽ പോയിട്ട് ആണുങ്ങളൊക്കെ ഒന്ന് അങ്ങോട്ട് മാറി പെണ്ണുങ്ങൾ ഇങ്ങോട്ടൊന്ന് മാറി രണ്ടു വഴിക്ക് നടക്കണമെന്ന് പറഞ്ഞാൽ കാക്കാമാരുടെ കണ്ണുരുട്ടലാണ്. എവിടെ നിന്ന് വന്ന മൊയ്ലിയാരെ എന്ന ചോദ്യമാണ്. എടാ മോനെ, ദീനിവിടെ നടപ്പിലാക്കാൻ പറ്റാത്തത് ഈ ദാർഢ്യത കൊണ്ടല്ലേ? നമ്മൾ നമ്മുടെ വീട്ടിൽ മാറ്റേണ്ട കാലം വന്നില്ലേ? മരിച്ചുപോയ കാക്കായെ കുറ്റം പറയാൻ പറ്റത്തില്ല. അയാൾക്ക് എഴുന്നേറ്റ് എടുക്കാൻ പറ്റൂല. അപ്പോൾ മയ്യത്തിനെ കാണിക്കുന്നതിന്റെ കുറ്റം മയ്യത്തിന്റെ കടമപ്പെട്ട ആളുകൾക്കാണ്. അയാൾക്ക് കുറ്റത്തിന്റെ പോലെയൊക്കെ കഴിഞ്ഞു, ചെയ്തു പോയതിനെല്ലാം അങ്ങോട്ട് കിട്ടും. അല്ലെങ്കിൽ നല്ലത്, മോശമെങ്കിൽ മോശം, അങ്ങോട്ട് കിട്ടേണ്ട സമയം തുടങ്ങാൻ പോണതേ ഉള്ളൂ. ഇനി ചെയ്യാൻ പോണ തെറ്റാരുടേതാണ്? ആ മയ്യത്തിന്റെ ബന്ധുവിന്റേതാണ്. വാപ്പ മരിക്കുമ്പോ മോൻ അവിടെ നിൽക്കണം. എന്റെ വാപ്പാന്റെ ജനാസ അന്യ സ്ത്രീകൾ കാണാൻ പാടില്ല എന്ന് നിയമം പാസാക്കിയിട്ട് അവിടെ നിന്നിട്ട് വാപ്പാന്റെ ജനാസയ്ക്ക് സംരക്ഷണം കൊടുക്കണം. ഉമ്മ മരിച്ചാൽ അവിടെ നിന്നിട്ട് അന്യപുരുഷന്മാര് കാണാൻ പാടില്ലെന്ന് നിയമം പാസാക്കിയിട്ട് തടുക്കണം. അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മാക്കും വാപ്പാക്കും ഇതുകൊണ്ട് യാതൊരു ഗുണവും കിട്ടില്ലെന്ന് മാത്രമല്ല, ദോഷമല്ലേ അവിടെ വലിച്ചു വെക്കുന്നത്. അതിന് നിങ്ങൾ സാക്ഷിയാകല്ലേ? വിശാലമായി കടന്നു പോകുന്നില്ല. അപ്പോൾ ഇസ്ലാമിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് കടന്നു പോകണമെങ്കിൽ നല്ല വിജ്ഞാനമാണ് നമ്മുടെ പെൺമക്കൾക്ക് വേണ്ടത്. പക്ഷേ ഇൽമ പഠിക്കാൻ ഇന്ന് നമ്മുടെ പെങ്ങന്മാരെ കിട്ടുന്നില്ല. എന്നാൽ ഇമാമിങ്ങൾ അങ്ങനെയല്ല കേട്ടോ. ബഹുമാനപ്പെട്ട മാലിക് ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ മകള് പണ്ഡിതയായിരുന്നു, അലിമയായിരുന്നു, ഹദീസ് പഠിച്ച മഹദിയാ. അതുകൊണ്ട് എന്താ, വാപ്പ വീട്ടിലിരുന്ന് ദർസ് നടത്തുമ്പോ വാപ്പ ഇരിക്കുന്നതിന്റെ പിന്നിൽ വലിയൊരു ബോർഡ്, ഒരു മറ, അതിന്റെ പിന്നിൽ മോളിരുന്നിട്ട് കേൾക്കുക ഹദീസ്. ഇപ്പുറത്തിരിക്കുന്ന ആരാ? വലിയ വലിയ പണ്ഡിതന്മാരാണ്, മുതഅല്ലിമീങ്ങളായി മാലിക് ഇമാമിന്റെ മുമ്പിലുള്ളത്. ഏതെങ്കിലും ഒരാൾ മുവത്തയിലെ ഹദീസ് വായിക്കുമ്പോ റിവായത്ത് തെറ്റിപ്പോയാൽ ഈ കർട്ടനിൽ ഒരു തട്ടൽ കേൾക്കും, ഈ ബോർഡിൽ. അപ്പൊ മാലിക് ഇമാമിന് മനസ്സിലാകും ഇവിടെ വായിച്ചത് എവിടെയോ ഒന്ന് മിസ്റ്റേക്ക് ആയി പോയി. അപ്പൊ പറയും, ഒന്നുകൂടി മടക്കി വായിച്ചേ എന്ന് പറയും. അതുപോലെ പഠിച്ച മഹദിയാണ് മാലിക് ഇമാമിന്റെ മകൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകൾ. എങ്ങനെയാണ്?
40 കൊല്ലം മദീനത്തെ പള്ളിയിൽ ദർസ് നടത്തിയ മഹാനായ പണ്ഡിതനാണ് സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ. സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബക്കാരനാണ്. ഈ 40 കൊല്ലം ദർസ് നടത്തുമ്പോൾ രാജ്യത്തിന്റെ ഭരണാധികാരി വിളിക്കും, ഹലോ സഈദേ, ഒന്ന് ഇങ്ങോട്ട് വരണം. അപ്പൊ സഈദ് ബിൻ മുസയ്യിബ് പറയും, എന്റെ കാര്യത്തിനോ രാജ്യത്തിന്റെ കാര്യത്തിനോ ആണെ ഞാൻ അങ്ങോട്ട് വരാം, നിങ്ങളുടെ ആവശ്യമാണ് ഇങ്ങോട്ട് വരണം, ഞാൻ റസൂലുള്ളാഹിന്റെ പള്ളിയിലാണുള്ളത്, ഇങ്ങോട്ട് വരണം. അങ്ങനെ പറയാൻ തന്റെ ഇടമുള്ള അവകാശമുള്ള പണ്ഡിതനാ. ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചപ്പോ രാജ്യത്തിന്റെ ഭരണാധികാരി പറഞ്ഞു, എന്റെ മകനെ കൊണ്ട് നിങ്ങളുടെ മകളെ കെട്ടിച്ചൂടെ, പ്രിൻസിനെ കൊണ്ട് കെട്ടിച്ചൂടെ. ബഹുമാനപ്പെട്ട സഈദ് ബിൻ മുസയ്യിബ് തങ്ങൾ പറഞ്ഞു, വേണ്ട, എനിക്ക് എന്റെ മോളെ കൊട്ടാരത്തിലേക്ക് വിടാൻ എനിക്ക് മകളില്ല, എന്റെ മകളെ കെട്ടിച്ചു തരൂല. അതിന്റെ പേരിൽ സഈദ് ബിൻ മുസയ്യിബ് തങ്ങളെ ഭരണാധികാരി ആക്രമിച്ചിട്ടുണ്ട്. ചരിത്രം ഞാൻ നീട്ടി പറയുന്നില്ല. എന്നാലും സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹു പിന്നീട് ആ മകളെ കെട്ടിച്ചു കൊടുത്തത് നല്ല വിജ്ഞാനമുള്ള, വിവാഹം കഴിച്ചിട്ട് ഭാര്യ മരിച്ചുപോയ ഒരു പാവപ്പെട്ട ആൾക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തതെന്ന് ചരിത്രം പറയുമ്പോ ആ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മരുമകൻ വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരം പുതിയ പെണ്ണ് ചോദിച്ചു, എവിടെ പോവാ? വേറെ എവിടെയും പോവല്ല മോളെ, ഞാൻ നിന്റെ വാപ്പാന്റെ ദർസിൽ ഓതാൻ പോവാ. അപ്പോൾ സഈദ് ബിൻ മുസയ്യിബ് റളിയല്ലാഹു അൻഹുവിന്റെ മകള് പറയാണ്, പോകണ്ട പോകണ്ട, ഉഅല്ലിമുക ഇൽമ സഈദ്, എന്റെ വാപ്പ ഓതി കൊടുക്കുന്ന ഹദീസ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു തരാം. അതുപോലെ ഡൽഹിയിലേക്ക് പോയാൽ ഡൽഹി ജമാ മസ്ജിദിന്റെ മുമ്പിൽ നിന്ന് ഘട്ടാവാലി മസ്ജിദ് എന്ന ദരിയാഗഞ്ചിലേക്ക് പോയാൽ അവിടെ ഒരു പള്ളിയുണ്ട്. പള്ളിയുടെ പേര് ഘട്ടാവാലി പള്ളി എന്നും മസ്ജിദ് സീനത്ത് ബീഗം എന്നുമുണ്ട്. ആ പള്ളിയുടെ മുറ്റത്തൊരു മഹദിയുടെ ഖബറുണ്ട്. അത് ഔറംഗസീബിന്റെ മകളാണ്, സീനത്ത് ബീഗമാണ്, ചില്ലറക്കാരിയല്ല. സീനത്തു തഫാസീർ എന്ന തഫ്സീർ എഴുതിയ മഹദിയാണ്, ഖുർആനിന് വ്യാഖ്യാനം എഴുതിയ മഹദിയാണ്. അവിടെ കിടക്കുന്ന സീനത്ത് ബീഗം കേട്ടോ, ഔറംഗസീബ് ഭരണാധികാരിയായിരിക്കുമ്പോഴും ഇൽമ പഠിച്ച ഫതാവ അലങ്കീരി എന്ന ലോകപ്രസിദ്ധമായ ഇസ്ലാമിക മതവിധികളുടെ കളക്ഷന്റെ നേതാവായ ഔറംഗസീബ് ഭരണാധികാരി മകളെ ആലിമയാക്കി പഠിപ്പിച്ചു കൊണ്ടുവന്നു. ഇന്ന് നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ നേരമില്ല. മോളെ മെഡിസിനും എഞ്ചിനീയറിങ്ങിനും ആരുടെയും കൂടെ ആരും ഇല്ലാതെയും ഒക്കെ എവിടെയും വിടാൻ നിൽക്കുന്നവരാണ്. എന്നാൽ വരണേ ഉമ്മമാരെ, നീട്ടി പറയാനുള്ള നേരമില്ല. നമ്മുടെ അജണ്ടകൾ മുഴുവനും നമ്മുടെ ജീവിതത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉയർത്തിപ്പിടിച്ച ദീനിന്റെ കാവൽക്കാരിയായി മോള് മാറണേ. റസൂലുള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയായി മാറണം. അപ്പോഴാണ് മഹത്വമുള്ള മുസ്ലിം സ്ത്രീയായി മാറുക. അള്ളാഹിന്റെ ദീനിന്റെ കാവൽക്കാരിയാകണം. അതാണ് മഹാന്മാരായ മുൻഗാമികളുടെ മുഴുവനും ഭാര്യമാര് കാണിച്ചു തന്നത്. അവര് തെരുവിലിറങ്ങിയിട്ട് പറയാണ്, ഞങ്ങളെ തൽക്കാലം പ്രസവമൊക്കെ നിർത്തിയൊക്കെയാണ്, പ്രസംഗമൊക്കെ തുടങ്ങാൻ പോവാണ് എന്നല്ല മഹാന്മാരുടെ ഭാര്യമാര് പറഞ്ഞത്. ഇന്നത്തെ താത്താമാര് പറതേട്ടിങ് ഇറങ്ങിയേക്കാണ്, പ്രസംഗിക്കണോ ഞങ്ങൾ ഓക്കെയാണ്, പ്രസവിക്കണോ ഞങ്ങളെ കിട്ടൂല. ഈ നിലയ്ക്ക് താത്തമാരിറങ്ങിയ കാലമാണ് കേട്ടോ. എന്നാൽ ഇമാമിങ്ങളുടെ ഭാര്യമാരങ്ങനെയല്ല. തീജ്വാലകളിലൂടെ കനൽപഥങ്ങളിലൂടെ നടന്നു നീങ്ങിയിട്ട് ഇസ്ലാമിക സേവനത്തിനിറങ്ങിയ മഹാന്മാരായ പണ്ഡിത തേജസ്വികളുടെ കാവൽക്കാരികളായിരുന്നു. അവളുടെ അരമനയിലെ രാജാത്തികളായിരുന്നു. അറിയുമോ, ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയായ അസ്മാ ബിൻത് ഉമൈസ് ആരാണ്? എത്യോപ്യയിലേക്ക് ഹിജറ പോയപ്പോ ജഅഫർ തയ്യാറിനെ സഹായിച്ച മഹദിയാണ്. തിരിച്ചു വന്നിട്ട് മദീനയിലേക്ക് ഹിജറ പോകുമ്പോഴും കൂടെ കൂടിയിട്ട്
തീജ്വാല സമാനമായ ജീവിതം അഭിമുഖീകരിച്ചപ്പോ ഒരിക്കൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളൊക്കെ അന്ന് റസൂലുള്ളാഹിനെ ഇട്ടിട്ട് എത്യോപ്യയിലേക്ക് അങ്ങ് പോയില്ലേ എന്ന് പറഞ്ഞൊരു ചെറിയ കളിയാക്കലങ്ങ് നടത്തിയപ്പോ അസ്മാ ബിൻത് ഉമൈസ് റസൂലുള്ളാഹിനോട് കംപ്ലൈന്റ് ചെയ്യുന്നു, നബിയേ അതാ ഉമർ ബിൻ ഖത്താബ് ഇങ്ങനെ പറയുന്നുണ്ട് നബിയേ. അപ്പൊ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഉമർ ബിൻ ഖത്താബ് ഒരു മുഹാജിറാണെങ്കിൽ നിങ്ങൾ ഡബിൾ മുഹാജിറാണ്. എത്യോപ്യയിലേക്ക് ഹിജറ പോയി, അവിടെ പോയി കുറെ കഷ്ടപ്പാട് സഹിച്ചു, തിരിച്ചു വന്നിട്ട് വീണ്ടും മദീനയിലേക്കും വന്നു. അപ്പോൾ 2 ഹിജറയുടെ കൂലിയുള്ളവരാണ്. അല്ലാഹുവിന്റെ റസൂൽ സമാധാനപ്പെടുത്തി. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വധിച്ചു കളയാൻ മുശ്രിക്കീങ്ങൾ തീരുമാനിച്ചു പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംഘം ചേർന്ന് വധിക്കാൻ തീരുമാനിച്ചപ്പോ അതാ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഗൂഢാലോചന നടന്ന വിവരം റസൂലുള്ളാഹിക്ക് നൽകിയത് 100 വയസ്സ് കഴിഞ്ഞൊരു ഉമ്മാമയാണ്, റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹയാണ്. മഹദി അവர்கள் അറിയാണ് നബി തങ്ങളെ കൂട്ടം കൂടിയിട്ട് കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഉമ്മാമ വരുന്നു, റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ അതീവ രഹസ്യമായി കൈകാര്യം ചെയ്ത വിഷയം റസൂലുള്ളാഹിനോടുള്ള സ്നേഹം കൊണ്ട് ഓടി വന്ന് പറയുന്നു, യാ റസൂലല്ലാഹ് അവരതാ വധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നബിയേ എന്ന് പറഞ്ഞിട്ട് നേരെ അങ്ങ് ഹിജറ പോയി. 100 വയസ്സ് കഴിഞ്ഞ റുഖിയ്യ ബിൻത് സൈഫി റളിയല്ലാഹു അൻഹാ. അല്ലാഹുവിന്റെ റസൂൽ അപ്പോഴാണ് അലിയാര് തങ്ങളെ പിടിച്ച് വിരിപ്പിൽ കിടത്തിയിട്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പോകുന്നത്. അന്ന് സേവനം ചെയ്ത മഹദിയാണ് റുഖിയ്യ റളിയല്ലാഹു അൻഹാ എന്ന് ചരിത്രം പറയുന്നു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജറ പുറപ്പെട്ടപ്പോ ഗാർ സൗർ എന്ന ഗുഹയിൽ പോയിരുന്നില്ലേ? ആ സമയത്ത് പാതിരാത്രി ആരോരുമില്ലാത്ത മരുഭൂമിയിലൂടെ മല കയറിയിട്ട് റസൂലുള്ളാഹിക്ക് വെള്ളം കൊണ്ട് കൊടുത്തതാരാണ്? മോളെ ചരിത്രം പഠിച്ചോ. ആരാണ്? കഅബാലയത്തിൽ നിന്ന് ഇന്നും നമ്മളൊക്കെ പോകുമ്പോ വാഹനം കയറി പോണ ദൂരമാണ് ഗാർ സൗർ അഥവാ മക്കയുടെ തെക്കുഭാഗത്തേക്ക് സഞ്ചരിക്കുമ്പോ അല്പം നടന്നു പോകേണ്ട ദൂരത്താണ് സൗർ ഗുഹയുള്ള മലയുള്ളത്. പാതിരാത്രി സമയത്ത് അതാ ഒറ്റയ്ക്ക് നടന്നു പോവുകയാണ്. റസൂലുള്ളാഹിക്കുള്ള ഭക്ഷണമാണ്. മരുഭൂമിയിലൂടെ നടന്ന മല കയറിയിട്ട് ആ ഗുഹയുടെ ഉള്ളിൽ ഭക്ഷണം കൊണ്ടു കൊടുത്തതാരാണ്? ചെറുപ്പക്കാരിയായ അസ്മാ ബിൻത് അബീ ബക്കർ എന്ന വനിതയാണ് മോളെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സേവനം ചെയ്തിട്ട് നടന്നു പോയ മഹദിയാണ്. അതുപോലെ അറിയുമോ, ഹുദൈബിയ്യ സന്ധിയുടെ സമയത്ത് ശത്രുക്കളും മുസ്ലിങ്ങളും തമ്മിലുള്ള കരാർ എന്താണ്? മക്കത്ത് നിന്ന് ആരെങ്കിലും മദീനത്തേക്ക് വന്നാൽ അവരെ സ്വീകരിക്കാൻ പാടില്ല. ഇസ്ലാമിലേക്ക് ഒരാൾ പുതുതായിട്ട് മുശ്രിക്കീങ്ങളിൽ നിന്ന് വന്നാൽ സ്വീകരിക്കാൻ പാടില്ല. അതേസമയത്ത് മദീനത്തിൽ നിന്ന് ആരെങ്കിലും മക്കത്തേക്ക് വന്നാലോ ഞങ്ങൾ തിരിച്ചുവിടൂല. ഇതാണ് യഥാർത്ഥത്തിൽ ഉടമ്പടി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ത്യാഗം സഹിച്ച് സ്വഹാബത്തിന് മനസ്സമാധാനം നൽകി അവർക്ക് ഉപദേശിച്ചു കൊടുത്ത് 2 മുഅ്മിനീങ്ങളെ തിരിച്ചുവിടേണ്ടി വന്നു. അപ്പോഴാണ് മൂന്നാമത് വരുന്നതൊരു മഹദിയാണ്. ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് റളിയല്ലാഹു അൻഹ വരികയാണ്. നബിയേ എന്നെ മടക്കി വിടല്ലേ നബിയേ. പുരുഷന്മാരെ മടക്കി വിട്ടതുപോലെ ഈമാൻ കൊണ്ട് ഞാൻ നാട് വിട്ട് ഇതാ ഇന്നത്തെ എക്സ്പ്രസ് ഹൈവേയിൽ 450 കിലോമീറ്റർ ദൂരമുണ്ട്. മരുഭൂമിയും മലയും മാത്രമുള്ള ഈ വഴിയിലൂടെ നടന്നിവിടെ എത്തിയതാണ്. എന്നെ മടക്കി വിടല്ലേ നബിയേ. ഉമ്മു കുൽസൂം റളിയല്ലാഹു അൻഹാ ബിൻത് ഉഖബത്ത് ബിൻ അബീ മുഈത്ത് നിലവിളിക്കുമ്പോ ഖുർആൻ
ഖുർആൻ ഇറങ്ങുകയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ജാഅകുമുൽ മുഅ്മിനാതു മുഹാജിറാത്തിൻ ഫംതഹിനൂഹുന്ന. അല്ലയോ മുഅ്മിനീങ്ങളെ, മുസ്ലിം വനിതകൾ മുഅ്മിനാത്തുകളായ സ്ത്രീകള് ഹിജ്റ ചെയ്ത് ഇവിടേക്ക് വന്നാൽ അവരെ നിങ്ങളൊന്ന് പരിശോധിക്കണം, മുഅ്മിനീങ്ങൾ തന്നെയാണോന്ന്. അല്ലാഹു അഅലമു ബിഈമാനിഹിന്ന ഫഇൻ അലിംതുമൂഹുന്ന മുഅ്മിനാത്തിൻ ഫലാ തർജിഊഹുന്ന ഇലൽ കുഫാർ. അവർ ഈമാനുള്ളവരാണെന്നറിഞ്ഞാൽ അവരെ മടക്കി വിടല്ലേ, അവരെ അവിടെ തന്നെ നിർത്തണേ എന്ന് പറഞ്ഞ് ആയത്തിറങ്ങിയത് ഉമ്മു കുൽസൂം ബിൻത് ഉഖബത്ത് ഇബ്നു അബീ മുഅയ്ത്തിന്റെ ജീവിതമാണ്. ഉമ്മമാരെ, അതാണ് ധീര വനിതകൾ. ഈമാനിന് വേണ്ടി ജീവത്യാഗം നടത്തിയിട്ട് നാടും വീടും കൂടും പണവും പരിവട്ടങ്ങളും മുഴുവനും ഒഴിവാക്കിയിട്ട് മദീനത്തേക്ക് റസൂലുള്ളാഹിന്റെ ജിവാറിൽ വന്ന മഹദിയാണ്. കാരണം എനിക്ക് എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹിന്റെ ദീനാണ്. ആ മതത്തിന്റെ അനുയായികളാണ് നമ്മളാണ്. ഇന്നിതാ സിനിമ കണ്ടിട്ട് ഈമാൻ കളയുന്നു, ഏതെങ്കിലും ഒരുത്തന്റെ കൂടെ ചാടിപ്പോയിട്ട് മതം മാറുന്നു. അതുപോലെ തന്നെ ചാരിത്രം അവിഹിതമായി നഷ്ടപ്പെടുത്തിയിട്ട് സമുദായത്തിന് മുഴുവനും ആക്ഷേപത്തിനിരയാക്കുന്നു. പെങ്ങളെ, നീ ചരിത്രം പഠിക്കണം, ഇസ്ലാമിന്റെ ഇന്നലകളെ ഉൾക്കൊള്ളണം, മഹദികളുടെ മാർഗത്തിലേക്ക് പോയിക്കോ. സമയം പോരാ, അതാ വരട്ടെ. അബൂലഹബിനെ അറിയാത്തവരില്ലല്ലോ, അള്ളാന്റെ ശാപം കിട്ടിയവനാണല്ലോ. ആ അബൂലഹബിന്റെ ഭാര്യയും ചില്ലറക്കാരിയല്ലല്ലോ, റസൂലുള്ളാഹിനെ ആക്ഷേപിച്ച പെണ്ണാണല്ലോ, ഉമ്മു ജമീൽ എന്ന് പേരാണല്ലോ. എന്നാൽ അബൂലഹബിന്റെ സഹോദരനായ അബ്ബാസ് എന്നവരുടെ ഭാര്യയായ ഉമ്മുൽ ഫദ്ലിനെ അറിയുമോ? പണ്ടേ ഈമാൻ സ്വീകരിച്ച മഹദിയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, തൽക്കാലം നിങ്ങൾ ആ ഈമാൻ മറച്ചു വെച്ചോ, ഇപ്പൊ ഫ്ലാഷ് ചെയ്യണ്ട. ഉമ്മുൽ ഫദ്ലിന്റെ ഉള്ളിൽ റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, ഈമാനിനോടുള്ള അഭിനിവേശമാണ്. ആ ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ അബൂലഹബിന്റെയും ഉമ്മു ജമീലിന്റെയും ഗൂഢാലോചനകൾ മുഴുവൻ അള്ളാഹുവിന്റെ റസൂലിനെ എത്തിച്ചു കൊടുക്കുന്ന അന്വേഷണ വിഭാഗത്തിന്റെ മേധാവിയാണ്. അപ്പോൾ ബദർ യുദ്ധം വന്നു, മുസ്ലിമീങ്ങൾ വിജയിച്ചു. മക്കളും അവിടുത്തെ അടിമയായ അബൂ റാഫിഉമൊക്കെ ആഘോഷം നടത്താൻ പോവാണ്. ഉമ്മുൽ ഫദ്ൽ പറഞ്ഞു, തൽക്കാലം ലീക്കാക്കരുത്, ഉള്ളിൽ സന്തോഷിച്ചോ, പുറത്ത് സന്തോഷം കാണിക്കണ്ട. പക്ഷേ അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ ഈമാനിന്റെ തളപ്പ് കൊണ്ട് പറയാതിരിക്കാൻ വയ്യ. അബൂലഹബിന്റെ മുമ്പിൽ നിന്നിട്ടങ്ങ് വിളിക്കുകയാണ്, അല്ലയോ അബൂലഹബേ, റസൂലുള്ളാഹിന്റെ സൈന്യം ജയിച്ചത് കണ്ടോ? ധിക്കാരിയായ അബൂലഹബ് അബൂ റാഫിഉ എന്നവരെ അങ്ങ് ആക്രമിക്കുകയാണ്. എടാ, നീയൊക്കെ കൂടെ നിന്നിട്ട് ഇങ്ങനെയാണോടാ ചെയ്യുന്നത് എന്ന നിലക്ക് ബഹുമാനപ്പെട്ട അബൂ റാഫിഉ റളിയല്ലാഹു അൻഹുവിനെ അബൂലഹബ് അങ്ങ് ആക്രമിക്കുമ്പോ മഹദിയായ ഉമ്മുൽ ഫദ്ൽ, ഈമാൻ അതുവരെ പുറത്തു കാണിക്കാത്ത മഹദിയാണ്, ദേഷ്യം പിടിച്ച് ഈറ്റപ്പുലിയെ പോലെ ചാടി വന്നിട്ട് മുതലാളിയില്ലാത്ത പാടിമേ, നീ ഇങ്ങനെ കയ്യേറ്റം ചെയ്യുകയാണോടാ എന്ന് ചോദിച്ചിട്ട് അബൂലഹബിന്റെ മുമ്പിലേക്ക് വന്ന് പന്തലിന്റെ തൂണ് വലിച്ചൂരിയിട്ട് തലക്കൊരടിയങ്ങ് കൊടുക്കുന്നു. ഉമ്മുൽ ഫദ്ൽ റളിയല്ലാഹു അൻഹാ ഈറ്റപ്പുലിയെ പോലെ ഈമാനിന് വേണ്ടി നിന്ന മഹദിയാണ്. അബൂലഹബ് ഈ അടിയുടെ കാരണത്താലാണ് മരിച്ചുപോയതെന്ന് ചരിത്രം പറയുമ്പോ ഈമാനുള്ള കൽബിന്റെ ഉടമകളാണ് മഹദികളായ മുൻഗാമികൾ. അവര് നാളെ പറുദീസയിൽ പാറിപ്പറക്കുമ്പോ, മോളെ, നീ ഇങ്ങനെ കമന്റ് അടിച്ച് മെസ്സേജ് അയച്ച് SMS അയച്ച് മിസ് കോളും വിട്ട് നീ നിന്റെ ജീവിതം മുഴുവനും തെരുവ് ദണ്ഡിയായി തൊലച്ചു കളയണ്ട. രാവിലെ ട്യൂഷന് വേണ്ടി ഇറങ്ങുന്ന 16കാരി വൈകുന്നേരം വീട്ടിലെത്തുന്നത് 6 മണിക്കാണ്.
വാപ്പ ഗമയിലാണ്, എന്റെ മോള് ബിടെക്കിനാണ്, ഉമ്മ ഗമയിലാണ്, എന്റെ മകള് എംടെക്കിനാണ്, സഹോദരന്മാര് വമ്പിലാണ്, എന്റെ മകൾ എന്റെ പെങ്ങള് MCAക്കാണ്. എടാ, നിന്റെ പെങ്ങള് രാവിലെ മുതൽ ഇറങ്ങിയിട്ട് നിസ്കരിക്കാത്ത പകലും അന്യപുരുഷന്മാരോട് കമന്റടിക്കുന്ന ജീവിതവും നാളെ എവിടെ എത്താനാണ്? ഈമാനിന്റെ ശകലമുണ്ടെങ്കിൽ വിരിമാറിലൊന്ന് കൈവച്ചിട്ട് ആലോചിച്ചു നോക്കൂ. നമുക്കിപ്പോ അജണ്ടയൊന്നുമില്ല. ഈ ഭൗതികമായ താല്പര്യങ്ങളുടെ പേരിൽ ഗമനടിക്കാൻ നടക്കുന്നവർ. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ച വഴിയല്ല നമുക്ക് ഓർമ്മ. ഇപ്പൊ കണ്ടില്ലേ, ലോകത്ത് നിന്ന് ലക്ഷോപലക്ഷം ആളുകൾ പോവുകയാണ്. എവിടേക്കാണ് പോണത്? ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് പോവാണ് മക്കയിലേക്ക്. മക്കയിൽ പോയിട്ട് എന്താ പണി? ഉംറയുടെ ഭാഗമാണെങ്കിലും ഹജ്ജിന്റെ ഭാഗമാണെങ്കിലും 3.5 കിലോമീറ്റർ നടക്കണം സഈൽ. എന്തിനാ നടക്കുന്നത് 3.5 കിലോമീറ്റർ? ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹ്. സഫാ മർവ എന്നീ 2 കുന്നുകൾ അല്ലാഹുവിന്റെ അടയാളങ്ങളാണ്. അതിന്റെ ഇടയിൽ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശാഇരില്ലാഹി ഫമൻ ഹജ്ജൽ ബൈത അവ ഇഅ്തമറ ഫലാ ജുനാഹ അലൈഹി അൻ യതവഫ ബിഹിമാ. ആ സഫാ മർവയ്ക്കിടയിൽ നീ അങ്ങോട്ടും ഇങ്ങോട്ടുമായി 7 തവണ നടക്കണം. എന്തിനാ നടക്കുന്നത്? ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണത്. അതുകൊണ്ട് നടക്കണേ ഹാജിയാരെ, അതുകൊണ്ട് നടക്കണേ ഉംറ ചെയ്യുന്നവരെ. 1000 ആണ്ട് കൊല്ലങ്ങൾക്കപ്പുറം ഈമാനുള്ള ഒരു ഉമ്മ നടന്ന വഴിയാണ്. അതുകൊണ്ട് നീ ഇന്ന് നടക്കണം. ആണും പെണ്ണും കുട്ടിയും വലുതും ഒക്കെ നടക്കണം. എന്താണ്? ഈമാനുള്ള ഒരു ഉമ്മാക്ക് നൽകിയ ബഹുമാനം. ആ ഉമ്മ ആരാ? ഉമ്മു ഇസ്മായിൽ ഹാജർ അലൈഹിസ്സലാം. ഹാജർ അലൈഹിസ്സലാം എന്ന മഹദി നടന്ന വഴിയാ. എന്തിനാ? ഓമനമോൻ ദാഹിച്ച് വെള്ളത്തിന് വേണ്ടി നിലവിളിക്കുമ്പോ വെള്ളം ഉണ്ടോന്ന് നോക്കാൻ നടന്നതാ. പക്ഷേ അവിടെ വന്ന് താമസമായത് ഈമാനോടുകൂടി ആയതുകൊണ്ട് ആ നടത്തത്തിന് ബഹുമാനുണ്ട്. നാളെ മുതൽ വരുന്ന എല്ലാ ആളുകളും അത് ഓർത്തോളണം. ചില ആളുകൾ പറയും മഹാന്മാരെ ഓർക്കാൻ പാടില്ല, മഹാന്മാരുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ പോയി അനുഗ്രഹം എടുക്കാൻ പാടില്ല എന്ന്. ഹജ്ജിന്റെ വൽഹാസിൽ ആകത്തുക അതേ ഉള്ളൂ. എന്തിനാ കഅബാലയത്തെ തവാഫ് ചെയ്യുമ്പോ ആദ്യം ഹജറുൽ അസ്വദിന്റെ മൂലയെന്ന് തുടങ്ങുന്നേ? അള്ളാൻ റസൂൽ മുത്തിയ കല്ല് അവിടെ ഇരിക്കുന്നോണ്ടാണ്. പിന്നെ അങ്ങോട്ട് പോകുമ്പോ കാണാം ഒരു സ്വർണ്ണക്കൂട്ടിനുള്ളിൽ ഒരു സാധനം ഇരിക്കുന്നു. ആളുകളെല്ലാം അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണു. എന്താ കാരണം? അള്ളാഹ് പറഞ്ഞതാണ് അതിന്റെ പിന്നീന്ന് നിസ്കരിക്കാൻ. എന്താണ് ആ സാധനം? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ കാല് തട്ടിയ കാലടയാളമുള്ള കല്ലാണത്. അതിന്റെ പേര് മഖാമി ഇബ്രാഹിം എന്നാണ്. അതിന്റെ പിന്നീന്ന് നിസ്കരിക്കണമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. വത്തഖദൂ മിൻ മഖാമി ഇബ്രാഹിമ മുസല്ലാന്ന്. അപ്പൊ അവിടെ പോയിട്ട് ഇബ്രാഹിം നബി ഓർത്തൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാ. അവിടെ പോയ ഹാജർ അലൈഹിസ്സലാമിനെ ഓർത്തൂടാന്ന് പറഞ്ഞാൽ എന്തൊരു ദുരന്തമാ. ഇതെല്ലാം കഴിഞ്ഞ് തവാഫ് ചെയ്ത് അല്പം ക്ഷീണിച്ച് 2 റക്അത്ത് നിസ്കരിച്ചു ദുആരെന്ന് വരുമ്പോ നീ സുന്നത്തായിട്ട് വെള്ളം കുടിക്കണം. ഏത് വെള്ളാ? പണ്ടൊരു കുഞ്ഞിന്റെ കാലിട്ടടിച്ചെടുത്ത് വന്ന വെള്ളമാ. ഏത് കുഞ്ഞാ അത്? ഇസ്മായിൽ നബി എന്ന അനുഗ്രഹീതനായ കുഞ്ഞാണത്. അതുകൊണ്ട് ആ ബറക്കത്തെടുത്ത വെള്ളം നീ കുടിക്കണം. അള്ളാൻ റസൂലിന്റെ ബർക്കത്തും അതിലുണ്ട്. അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കിണറ്റിലേക്ക് തുപ്പിയിട്ടുള്ളതായി നമുക്ക് റിവായത്തുകളിൽ കാണാം. അപ്പൊ അമ്പിയാക്കന്മാരുടെ മുഴുവനും ബറക്കത്തുള്ള ബറക്കത്തുള്ള വെള്ളം കുടിക്കണം. ബറക്കത്തുള്ള സ്ഥലത്ത് നിൽക്കണം. ആ കുന്നുകൾക്കിടയിൽ നടക്കണം. ആ സ്ഥലങ്ങളെല്ലാം അനുഗ്രഹമെടുക്കാനുള്ള സ്ഥലങ്ങളാണ്. ആ ഇടങ്ങളെല്ലാം പവിത്രമായ സ്ഥലങ്ങളാണ്. കാരണം ഈമാനുള്ള ഒരു കുടുംബത്തിന്റെ ചരിത്രമാണ് കേട്ടോ. ആ ഈമാനുള്ള കുടുംബത്തെ നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴല്ലാതെ നിങ്ങളുടെ ഹജ്ജാകുന്നില്ല. അള്ള നിശ്ചയിച്ച സമയത്ത് അള്ള നിശ്ചയിച്ച രീതിയിൽ നിശ്ചിതമായ ചില സ്ഥലങ്ങളിൽ ഉണ്ടാകുന്നതിനാണ് ഹജ്ജ് എന്ന് പറയുക. അപ്പൊ അള്ള നിശ്ചയിച്ച സമയമാകണം, അള്ള നിശ്ചയിച്ച രീതിയിലാകണം, അള്ള നിശ്ചയിച്ച സ്ഥലത്താകണം. ഇതിനാണ് ഹജ്ജ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ മുഴുവനും മഹാന്മാരാണ്. ഇബ്രാഹിം നബിയുടെ നാട്, ആദം നബിയുടെ നാട്, ഹവ്വാ ബീവിയുടെ നാട്, അവർ രണ്ടും കണ്ടുമുട്ടിയ സ്ഥലം. ഇതൊക്കെയാണ് ചരിത്ര സ്ഥലങ്ങളായി നമ്മൾ ഹജ്ജിൽ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, ഈമാനോടെ ജീവിക്കണം. ഉമ്മമാരെ, മോഡേൺ ആൻഡ് പോസ്റ്റ് മോഡേൺ ആൻഡ് മോസ്റ്റ് മോഡേൺ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞ് നിന്റെ ദീന് മുഴുവനും പണയം വെച്ചിട്ട് നടക്കല്ല പെങ്ങളെ. നിനക്ക് അല്ലാഹുവിന്റെ മതം അറിയണം മോളെ.
ആയിഷ ബീവിയുടെ പിൻഗാമിയായി എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ വാപ്പായും ഉമ്മായും ഇല്ല. നഫീസത്തുൽ മിസ്രിയ അനുയായിയായിട്ട് എന്റെ പെങ്ങൾ എന്റെ മോൾ ഉണ്ടായിക്കോട്ടെ എന്ന് തീരുമാനിക്കാൻ ഇവിടെ ആളില്ല. അങ്ങനെ അള്ളാഹുവിന്റെ മതം ഏറ്റെടുക്കാനുള്ള ഉമ്മയും പെങ്ങളും ഇല്ലാത്ത കാലം. എന്നാൽ ഇന്നലകളിൽ അറിയുമോ, നമ്മുടെ ഉമ്മമാര് നിർവഹിച്ച വൈറ്റൽ റോളുകൾ ഇസ്ലാമിക ചരിത്രത്തിൽ കാണുന്നുണ്ടേ. അതിൽ ഒരു മഹദിയെ പറഞ്ഞ് ഞാൻ നിർത്തുകയാണ്. എന്റെ സഹോദരന്മാരെല്ലാം ഒന്ന് എഴുന്നേറ്റ്, സദസ്സിലുള്ള പുരുഷന്മാര്, പരിസരത്തുള്ള സഹോദരങ്ങള് ഒരു 5 മിനിറ്റൊന്ന് അടുത്തു നിൽക്കുമോ? മദീനയിലെ രാജാവ്, ലോകത്തിന്റെ നേതാവ്, സർവറെ ആലം ഹബീബേ ഖുദാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയുമോ? അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാമിക ദഅവത്ത് നടത്തിയപ്പോ അത് ഏറ്റെടുത്തതിന്റെ പേരിൽ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ട മഹദിയാണ് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ അറിയുമോ? മോളെ, വീട്ടിലിരുന്ന് രസിക്കാമായിരുന്നു, വീട്ടിലിരുന്ന് അനുകൂലങ്ങളെ ഉപയോഗപ്പെടുത്താമായിരുന്നു. പക്ഷേ അള്ളാന്റെ ദീനങ്ങ് ഏറ്റെടുത്തപ്പോ ചുട്ടുപൊള്ളുന്ന മണൽപ്പരപ്പിൽ കിടത്തിയിട്ട് സുമയ്യ റളിയല്ലാഹു അൻഹയും ആ കുടുംബത്തെയും അങ്ങ് പീഡിപ്പിക്കുമ്പോ അള്ളാന്റെ റസൂല് ചാരത്തുകൂടെ നടന്നു പോകുമ്പോ പറയുകയാണ്, സബറൻ ആല യാസിർ, ഓ യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, സബറൻ ആല യാസിർ, യാസിർ കുടുംബമേ ക്ഷമിക്കണേ, മൗഇദകുമുൽ ജന്ന, നിങ്ങൾക്ക് സ്വർഗത്തിലേക്ക് സ്വർഗം വാഗ്ദാനം ചെയ്യുന്നു, ക്ഷമിക്കണേ. അത് കേട്ടുകൊണ്ട് തീജ്വാലകളിൽ കിടന്ന് പൊരിഞ്ഞ മഹദിയാണ് മഹദിയായ സുമയ്യ റളിയല്ലാഹു അൻഹാ. ഒന്നുകൂടി പറഞ്ഞോട്ടെ, അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഇസ്ലാമിന്റെ പ്രചരണം നടത്തിയപ്പോ കൽബ് കൊണ്ട് പ്രണയിച്ച് ഈമാൻ ഏറ്റെടുത്ത മഹദിയാണ് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹാ. അള്ളാന്റെ റസൂലിന്റെ ഈമാൻ അങ്ങ് ഏറ്റെടുത്ത് ഞാൻ റസൂലുള്ളാന്റെ അനുയായിയാണെന്ന് പറഞ്ഞ് അതാ സഹോദരിമാരുടെ അടുക്കൽ ഇടയിലൂടെ നടന്നിട്ട് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മതമങ്ങ് പ്രചരിപ്പിച്ചപ്പോ ഖുറൈശി നേതാക്കള് ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പിടിച്ചുകൊണ്ടുപോയി. 3 ദിവസത്തെ വഴിദൂരം കൊണ്ടുപോയി മരുഭൂമിയിൽ ചെന്നിട്ടൊരു തുള്ളി വെള്ളം പോലും കൊടുക്കാതെ ഉമ്മു ശരീഖ് റളിയല്ലാഹു അൻഹയെ പീഡിപ്പിച്ചില്ലേ, വിഷമിപ്പിച്ചു കളഞ്ഞില്ലേ? മോളെ ആയിഷ, മോളെ ഫാത്തിമ, എന്റെ ശബ്ദം കേൾക്കുന്ന ഫാത്തിമമാരെ, ആയിഷമാരെ, പുതിയ പേരുകൾ ഞാൻ വിളിക്കുന്നില്ല. നിങ്ങൾക്ക് മഹദിയായ ആയിഷ ബീവി പോയ സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാഗ്ദാനം ചെയ്ത സ്വർഗം വേണ്ടേ? അള്ളാന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുന്നറിയിപ്പ് നൽകിയ പറുദീസ വേണ്ടേ മോളെ? ജഅഫർ ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു വന്ന ഭർത്താവ് ഇഞ്ചിഞ്ചായി മൂത്തത്തിന്റെ രണാങ്കണത്തില് തുണ്ടം തുണ്ടമായി വലിച്ചെറിയപ്പെടുമ്പോ എന്റെ ഭർത്താവ് നോമ്പുകാരനാണോ എന്ന് ചോദിച്ച് സമാധാനിച്ച അസ്മാ പോയ സ്വർഗം വേണ്ടേ? ഉഹദ് യുദ്ധത്തിൽ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒറ്റപ്പെട്ടു പോയപ്പോ ഇനി അകത്തിരിക്കാൻ പറ്റൂല എന്ന് വിചാരിച്ച് ചാടി ഇറങ്ങിയിട്ടൊരു പുലിക്കുട്ടിയെ പോലെ അല്ലാഹുവിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മൽതഫത്തു യമീനം വലാ ശിമാലാ ഇല്ലാ വഹുനാക ഉമ്മ ഉമാറ
വലത്തോട്ട് തിരിഞ്ഞാലും ഉമ്മു ഉമാറയാണ്, ഇടത്തോട്ട് തിരിഞ്ഞാലും ഉമ്മു ഉമാറയാണ്. റസൂലുള്ളാഹിന്റെ ശരീരത്തേക്ക് വരുന്ന അമ്പുകളും കുന്തങ്ങളും ശരീരം കൊണ്ട് ഏറ്റുവാങ്ങിയ മഹദിയായ ഉമ്മു ഉമാറയെ മറന്നുപോയോ? ഇബ്നു ഖുംആ എന്ന് പറയുന്ന ഒരു ധിക്കാരിയുടെ കുന്തം കൊണ്ടുവന്ന് മഹദിയായ ഉമ്മു ഉമാറയുടെ തോളത്തേക്ക് ആഴത്തിലങ്ങ് ആക്രമിച്ചപ്പോ അള്ളാന്റെ ഹബീബിന്റെ ചാരത്ത് നിൽക്കുന്ന ഉമ്മു ഉമാറയുടെ പൊന്നുമോനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞു, മോനെ, മോന്റെ ഉമ്മാനെ ഒന്ന് സഹായിക്കുമോനെ. അപ്പോഴാണ് ആഴത്തിൽ മുറിവേറ്റ് കിടക്കുന്ന ഉമ്മു ഉമാറ പറയുന്നു, നഫ്സി ഫിദാക യാ റസൂലല്ലാഹ്, എനിക്ക് എന്റെ ശരീരത്തിൽ വേജാറില്ല നബിയേ. മോനെ, നീ എന്നെ നോക്കണ്ട, എന്റെ പുന്നാല റസൂലുള്ളാഹിനെ നോക്ക് മോനെ എന്ന് പറഞ്ഞിട്ട് പൊന്നുമോനെ പറഞ്ഞ് ഉമ്മാൻക്ക് പകരം റസൂലുള്ളാഹിക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറഞ്ഞ മഹദിയാണ് ഉമ്മു ഉമാറ. അവര് പാറിക്കളിക്കുന്ന പറുദീസയില് ഒന്ന് പോകണ്ടയോ ഉമ്മമാരെ? അവിടെ ഒന്ന് എത്തണ്ടയോ സഹോദരിമാരെ? എന്നാൽ ഒന്നാമതായി അൽ-ഈമാനു ബില്ലാഹ്, രണ്ടാമതായി മഹബ്ബത്തു റസൂലില്ലാഹ്, മൂന്നാമതായി ആരാധനകൾ ചെയ്ത് അല്ലാഹുവിലേക്ക് ചേർന്ന് അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റബ്ബേ.